മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫാസ്റ്റ് വെയിറ്റ് ലോസ് സ്മൂത്തിയുടെ റെസിപ്പിയുമായാണ്. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും മാത്രമല്ല, ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്മൂത്തിക്ക് ആവശ്യമായ 12 ബദാം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർക്കാനായി മാറ്റി വെക്കാം. നിങ്ങൾക്ക് ബദാമിന് പകരം കാഷ്യൂസിലും ഇത് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ നോർമൽ ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുതിർക്കാനായി മാറ്റി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തു വെച്ച ബദാം തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്ത ബദാം മിൽക്കിലേക്ക് കുതിർത്തു വെച്ച ഓട്സ് കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3-4 സ്ട്രോബെറിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിയ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചിയ സീഡ്സിൽ ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളതിനാൽ പെട്ടെന്ന് വെയിറ്റ് കുറയാനും അടിവയറ്റിലെ കൊഴുപ്പ് തടയാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്ത സ്മൂത്തി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായി നമ്മുടെ സ്മൂത്തി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിനായി കുറച്ച് ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം മധുരത്തിനായി കുറച്ച് ഹണിയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹണി ഓപ്ഷണലാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തി വെയിറ്റ് ലോസ് സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസിൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർക്ക് പോയി നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.